ഒരു കിലോ ചിക്കൻ. ഡ്രസ് ചെയ്യണമെന്നാ ചോദിച്ചത്. അയ്യോ വേണ്ട, തിന്നാനാ. ഡാ മണ്ടാ, തൊലി പൊളിക്കണമെന്നാ ചോദിച്ചത്. വേണ്ട വച്ചു, തൊലിയൊക്കെ ഞാൻ പൊളിച്ചോളാം. ശരി, നിന്റെ ഇഷ്ടം. പ്ലീസ് കൊല്ലരുത്. കൊല്ലാതെ വിഴുങ്ങിയാ നിന്റെ വൻകുടലും ചെറുകുടലും ഒക്കെ കോഴി കൊത്തി തിന്നും, പറഞ്ഞേക്കാം. അതെ, കോഴി എങ്ങനെ തിന്നണമെന്ന് കുറുക്കനെ ആരും പഠിപ്പിക്കണ്ട, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കോഴിക്കൂട്ടി പോയി തലയിട്ടാ പോരെ. എന്തിനാ വെറുതെ കാശ് തന്ന് കോഴിയെ വാങ്ങുന്നത്? അതാ നല്ലത്. ഞാൻ രാത്രി വരാം. ചേട്ടൻ എപ്പോഴാ കടയടയ്ക്കുന്നേ? കൊച്ചു കള്ളൻ, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും പിണങ്ങിയോ? 150. എന്നാ കൊണ്ടുപോയി തിന്ന്. ഇന്നു മുതൽ രാത്രി കിടപ്പവിടെയാക്കാം. അല്ലെങ്കിൽ ആ കുറുക്കച്ചാര് പണി പറ്റിക്കും. എന്താ വിളിച്ചത്? കുറുക്കേട്ടാന്ന്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, സാധാരണ കോഴികൾ കുറുക്കന്മാരെ കള്ളക്കുറുക്കാന്നാ വിളിക്കാറ്.
അതിനേട്ടൻ എന്നെ കട്ടെടുത്തതല്ലല്ലോ, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഭവാനി, ഭവാനി സുരേഷ്. ഡാഡി എന്തു ചെയ്യുന്നു? ഡാഡിയെ ഇന്നലെ ആ കടക്കാരൻ പിടിച്ച് കൊന്ത് കറി വെച്ചു. എന്നിട്ട് അതിന്റെ ചാറും കൂട്ടി എനിക്ക് ചോറ് തന്നേക്കുന്നു. കൊല്ലണ്ട അവനെ. എന്തിന്? ഡാഡിയുടെ ചാറും കൂട്ടി ചോറ് തന്നതിനോ? ഹേ, കറിക്ക് എരിവ് കൂടുതലായിരുന്നു. എന്റെ കണ്ണു തള്ളിപ്പോയി. നിന്നെ ഞാനെന്താ വിളിക്കേണ്ടത്? അത് പറഞ്ഞില്ല. കുറുക്കേട്ടൻ എന്നെ മിസ് ഭവാനിന്ന് വിളിച്ചാ മതി. നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും ചോദിക്കുകയാണ്, മിസ് ഭവാനി എന്താ മിസ്സിസ് ഭവാനി ആകാതിരുന്നത്? എന്തെങ്കിലും അസുഖം, ഐ മീൻ പക്ഷിപ്പനി? അതുകൊണ്ടൊന്നല്ല. വടക്കേലെ കോഴി കൂട്ടുന്നു, തെക്കേലെ കോഴി കൂട്ടുന്നു, നല്ല നല്ല ആലോചനകൾ വന്നതാ. അതിന്റെ ഇടയിലാ എന്റെ ഹൗസ് ഓണർ എന്നെ തൂക്കിക്കൊടുത്ത് കാശ് മേടിച്ചത്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല കുട്ടിയെ. അവനേതാ? മഹേഷ് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിരുന്നു. ഏട്ടൻ ഞങ്ങളെ രണ്ടാളെയും തിന്നാമോ? മോനെ മനസ്സിൽ ലഡുപൊട്ട്. അല്ല, കുറുക്കേട്ടൻ എന്താ ആലോചിക്കുന്നത്? തിന്നൂലേ? അല്ല, അത് രണ്ടാളെയും തിന്നാ ഓവർലോഡാ, ദഹിക്കില്ല. എന്നാലും സാരമില്ല, എന്റെ വയറ്റിലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാലോ. പോയി വിളിച്ചിട്ട് വരൂ കുട്ടി. ഹലോ, വേഗം വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ മഹേഷ് ചോദിക്കാണേ ഞങ്ങളെ ഓടി തോൽപ്പിക്കാമോന്ന്. നീ കളിക്കരുത്, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. പോടാ കള്ളക്കുറുക്ക. അയ്യോ, ഭവാനി വിട്ടോടി. ഓടരുത്, ഓടരുതെന്നാ പറഞ്ഞത്. മഹേഷേ, ഭവാനി ഓടരുത്. ഇതാരാ വഴിയിൽ വല കൊണ്ടുവച്ചത്? എടത്തം മാറ്റടാ. അതും ചിത്താരിക്കൽ മരച്ച മലയാടാ. നീ പെട്ടുപോലെ ദിനേശ. അയ്യോ, എന്നാ അവന്മാര് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വലയൊന്ന് കൊത്തിപ്പൊട്ടിക്ക് പ്ലീസ്. എത്ര സുന്ദരമായ നടക്കാത്ത ശബ്ദം. കുറുക്കന്മാരില്ലാത്ത ഇന്ത്യ, അതാണ് കോഴികളുടെ സ്വപ്നം. ഗുഡ് ബൈ കുറുക്കേട്ടാ, ഗുഡ് ബൈ. അയ്യോ, രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. അയ്യോ, ഈ ശിക്കാരികളെ കൊണ്ട് തലവേദനയായിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും. എത്ര വന്യമൃഗങ്ങളെയാണ് അവർ വേട്ടയാടുന്നത്? വെറും വിനോദത്തിന് വേണ്ടി മാത്രം ഒരുപാട് പേര് വേട്ടയ്ക്കിറങ്ങുന്നുണ്ട്. പണ്ടൊക്കെ കാട്ടുവാസികൾ നമ്മെ സഹായിച്ചിരുന്നതാ. പക്ഷേ അവന്മാര് അവരെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് വശത്താക്കി കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ നമ്മുടെ തൊപ്പി തെറിക്കും സാറേ, അത് ഉറപ്പാ. ഇനി നിങ്ങൾ ഇറങ്ങിക്കോ. ശരി പപ്പ. എല്ലാ ഹോൾഡേഴ്സിനും പപ്പയുടെ കൂടെ പോര് കാട് കാണാൻ. വരാം അങ്കിൾ. പപ്പ വീട്ടിലാക്കണോ? വേണ്ട പപ്പ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ ശരി, വിട്ടോ. നായാട്ടുകാരെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പപ്പയുടെ തൊപ്പി തെറിക്കോ ജോബി? തൊപ്പിയൊന്നും തെറിക്കില്ല, പക്ഷെ പണിഷ്മെന്റ് ഉറപ്പാ. അതെന്താ അവന്മാരെ പിടിക്കാൻ കഴിയാത്തത്? തോക്കല്ലേ അവന്മാരുടെ കയ്യിൽ ഇരിക്കുന്നത്, പിടിക്കാൻ ചെന്നാൽ വെടിപൊട്ടിക്കും. അതെന്താ ജോബി ഒരു ശബ്ദം കേട്ടത്? വാ, നമുക്ക് പോയി നോക്കാം.
അവര് ആ പാവം പുള്ളിമാനെ കൊല്ലുവോ? വെടികൊള്ളാതിരുന്നാൽ മതിയായിരുന്നു. കൊണ്ടു. ദുഷ്ടന്മാർ. ആനയെ വെടിവെക്കാൻ വന്നിട്ടൊരു പുള്ളിമാനെയാ കിട്ടിയത്. എടാ, രാത്രി ആന ഇറങ്ങും, അപ്പോൾ നോക്കാം. നോക്കിക്കോ, പപ്പ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വരൂ ജോളി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹായ് ദിനേശേട്ടാ. ഹായ് ചുണ്ട. ഈ കൊതുകുവല കൊള്ളാലോ ദിനേശേട്ടാ, കൊടുക്കുന്നോ? നീ ഫ്രീ ആയിട്ട് എടുത്തോ, എന്നാലിങ്ങ മടക്കി തന്നേരെ. കാലു മടക്കി ഒന്നങ്ങ് തരാം. വേണോ? വേണ്ട. വഴിന്ന് തല്ല് വാങ്ങി പൊരയിൽ കൊണ്ടുപോണ ശീലം ചുണ്ടര് പണ്ടേ ഇല്ല. പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഈ വലയൊന്ന് പൊട്ടിച്ച് താടാ. നല്ല വലയല്ലേ ചേട്ടാ, വെറുതെ എന്തിനാ അത് പൊട്ടിച്ച് കളയുന്നത്? ഇത് കൊതുകുവലയല്ലടാ, നായാട്ടുകാരുടെ വലയാ. നായാട്ടുകാരുടെ വലയാണെങ്കിൽ ചേട്ടൻ എന്തിനാ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്? ഷെയിം ഷെയിം. അയ്യോ എടാ മണ്ട, തിരുമണ്ട, ഞാൻ ഈ വലയിൽ കുടുങ്ങിയതാടാ. അയ്യാ, അപ്പൊ കുഴപ്പമായല്ലോ. നാട്ടുകാർ വരുന്നതിന് മുമ്പ് നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഞാൻ അങ്ങനെ രക്ഷിക്കാനാ? നീ കരണ്ട് തിന്നുന്നവനല്ലേ, അതിന് വലയിൽ കരണ്ട് ഉണ്ടോ? കരണ്ട് ഉണ്ടെങ്കിൽ ദിനേശേട്ടൻ ഷോക്കടിക്കില്ലേ? അയ്യോ എടാ, നീ തുരന്ന് തിന്നുന്നവനല്ലേന്ന്. അത് ശരി, ചേട്ടൻ ആള് കൊള്ളാലോ. കപ്പയും കാരറ്റും തുരന്ന് തിന്നുന്നത് പോലെയാണോ വല കടിച്ചു പൊട്ടിക്കുന്നത്? എന്റെ പല്ലിളകും. ഒന്നിളകി കിടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണോടാ നിന്റെ പല്ല്? അയ്യോ, ചേട്ടന് ജീവനുണ്ടായിട്ട് എനിക്കെന്താ ഗുണം? പല്ല് പോയാൽ എന്റെ ഗ്ലാമർ പോകും. ഞാൻ അകത്തായത് നിന്റെ ഭാഗ്യം. നീ പോ മോനെ ദിനേശ. ചുണ്ടാ ചുണ്ടാ. നീ എന്താടാ ചുണ്ടാ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും? നമ്മുടെ നാട്ടിലെ കോഴികൾക്കിനി നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങി നടക്കാം. നീ കാര്യം എന്താണെന്ന് പറയടാ ചുണ്ടാ. നമ്മുടെ കുറക്കച്ചാര് നായാട്ടുകാരുടെ വലയിൽ വീണു. അതിന് ചിരിക്കുകയാണോ വേണ്ടത്? പിന്നെ ഞാൻ കരയണം? നായാട്ടുകാര് വന്നാൽ അവന്റെ കഥ കഴിക്കില്ലേ ചുണ്ടാ? നമുക്ക് അവനെ രക്ഷിക്കണ്ടേ? രക്ഷിക്കാനോ? മംഗലശ്ശേരി നീലകണ്ഠന്റെ കപ്പത്തോട്ടത്തെ കിടുകിടാന്ന് വിറപ്പിച്ച തൊരപ്പനലിയെ മാളത്തിന്ന് പിടിച്ചിറക്കി വാല് പോലും കളയാതെ അകത്താക്കിയവനാ ദിനേശൻ. അവനെ രക്ഷിക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെ പറയരുത് ചുണ്ടാ. ആപത്തിൽപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. അപ്പോൾ അവർക്ക് നമ്മോട് സ്നേഹം തോന്നും. ആ സ്നേഹം അവർക്ക് നമ്മോട് എപ്പോഴും ഉണ്ടാകും. അങ്ങനെയല്ലേ ചുണ്ടാ നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത്? ഈ പറയുന്ന സ്നേഹമൊന്നും നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാനൊരു തേങ്ങാപ്പൂൾ എടുത്തപ്പോ കണ്ടില്ലല്ലോ. മോഷണം തെറ്റാണ് ചുണ്ടാ. അതല്ലേ മമ്മി നിന്റെ തലമണ്ടയ്ക്കൊന്ന് തന്നത്. ശരി, നമുക്ക് ആ കള്ളക്കുറുക്കന് നന്നാവാനൊരു അവസരം കൊടുക്കാം. വാ. ഇപ്പോഴാ ചുണ്ടൻ നല്ല കുട്ടിയായത്. പപ്പാ, എന്താ മോനെ? ഞങ്ങൾ ഇന്ന് ആ നായാട്ടുകാരെ കണ്ടു. എവിടെ വച്ച്? വനത്തിനടുത്ത് വെച്ച്. 2 പേരുണ്ട്. അവരൊരു പുള്ളിമാനെ കൊന്നു പപ്പാ. രാത്രി ആനയെ വെടിവെക്കാൻ വരുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവരെ പപ്പ പൊക്കിയിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ എന്റെ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവുമോ? അപ്പോ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, പോകാതെ പറ്റില്ല. കഥ കടച്ച് കിടന്നോ. പപ്പ പോട്ടെ മക്കളെ. എന്റെ കർത്താവേ, ആപത്തൊന്നും വരുത്തല്ലേ.
പാവോ ജോളി. എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിന് മമ്മി ഉറങ്ങിയിട്ടുണ്ടാവോ? മമ്മി അറിയണ്ട. വാ, നമുക്ക് മമ്മി ഉറങ്ങിയോ ഒന്ന് നോക്കാം. മമ്മി പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മമ്മി പ്രാർത്ഥിക്കട്ടെ, നമുക്ക് പോകാം. ശരി, വാ. വനത്തിലേക്ക് നമ്മൾ എങ്ങനെ പോകും ജോളി? സെറാഫിനുള്ളപ്പോൾ നമ്മളെന്തിനാ ജോബി പേടിക്കുന്നത്? നമുക്ക് സെറാഫിനെ വിളിക്കാം ജോളി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദ ലോർഡ് സെറാഫിൻ. കൂട്ടുകാരെന്തിനാ എന്നെ വിളിച്ചത്? പപ്പ നായാട്ടുകാരെ പിടിക്കാൻ പോയിരിക്കുക. പപ്പയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കോ സെറാഫിൻ? ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് വനത്തിലേക്ക് പോയാലോ സെറാഫിൻ? പോകാം, വരൂ. അയ്യോ, അത് കണ്ടോ സെറാഫിൻ? അവര് പപ്പയെ കൊല്ലുവോ? വാളെടുത്തവൻ വാളാലെ നശിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തോക്കെടുത്തവൻ തോക്കാലെ നശിക്കും. അതെങ്ങനെ? കണ്ടോ? അയ്യോ, ഇതെന്ത് മറിമായമാണ്! ഓടിക്കോ! അതാ വനം കൊള്ളക്കാർ. വിടരുതവരെ. ഫോറസ്റ്റുകാർ പുറകെ വരുന്നുണ്ടാമല്ലോ. ഫോറസ്റ്റുകാർ മാത്രമല്ലടാ, തോക്കും വരുന്നുണ്ട്. തോക്ക് തോക്ക്. ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്.